ആക്രമിച്ച സംഭവത്തിൽ എല്ലാ ജീവനക്കാരും സുരക്ഷിതർ. ഹോർമുസ് കടലിടുക്കിന് തെക്ക് ഭാഗത്തായി 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ചിരുന്ന MT മാരി വെക്സ് എന്ന കപ്പലിൽ തീപിടുത്തമുണ്ടായതായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എല്ലാ ജീവനക്കാരും നിലവിൽ സുരക്ഷിതരാണെന്ന വിവരം മന്ത്രാലയം അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു അന്തർമന്ത്രാലയ ബ്രീഫിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷിപ്പിംഗ് ഡിവിഷൻ ഡയറക്ടർ ഒപ്പേഷ് കുമാർ ശർമ്മ പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 1:30ഓടെയാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ലഭിച്ച പ്രാഥമിക വിവരമാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എല്ലാ ഇന്ത്യൻ നാവികരും നിലവിൽ സുരക്ഷിതരാണ്. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം, വിദേശത്തുള്ള ഇന്ത്യൻ ദൗത്യങ്ങൾ, ഇന്ത്യൻ നാവികസേന, പ്രതിരോധ മന്ത്രാലയം എന്നിവയുമായി മന്ത്രാലയം ഏകോപിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉടമകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വസ്തുതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയവുമായും ഒമാനിലെ ഞങ്ങളുടെ ദൗത്യവുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കപ്പലിൽ ഒരു പ്രൊജക്ടൈൽ ഇടിച്ചോ എന്ന ചോദ്യത്തിന് ശർമ്മ പറഞ്ഞു, അപ്പോൾ കപ്പലിൽ ഒരു പ്രൊജക്ടൈൽ ഇടിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിലവിൽ ഞങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ നേടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തീപിടുത്തം ഇന്ന് പുലർച്ചെ 1:30-നാണ് സംഭവിച്ചത്. കപ്പൽ ഹോർമുസ് കടലിടുക്കിൽ നിന്നും വളരെ അകലെയായിരുന്നു, തെക്കോട്ട് വ്യക്തമായി നീങ്ങിയിരുന്നു. ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നതനുസരിച്ച് എണ്ണ ടാങ്കറായ കപ്പൽ ഒരു ചരക്കും വഹിച്ചിരുന്നില്ല. അത് ബാലസ്റ്റ് അവസ്ഥയിലായിരുന്നു. കപ്പലിൽ ഇന്ത്യൻ നാവികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സജീവമാക്കിയതിനു ശേഷം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കൺട്രോൾ റൂം ഏകദേശം 12,020 കോളുകളും 26,832 ഇമെയിലുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 96 മണിക്കൂറിനുള്ളിൽ നാവികരിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും സമുദ്ര പങ്കാളികളിൽ നിന്നും ആകെ 390 കോളുകളും 968 ഇമെയിലുകളും ലഭിച്ചു. കഴിഞ്ഞ 96 മണിക്കൂറിനുള്ളിൽ 32 പേർ ഉൾപ്പെടെ ഇതുവരെ 3506-ലധികം ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായി തിരിച്ചയക്കാൻ ഡിജി ഷിപ്പിംഗ് വഴി മന്ത്രാലയം സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള തുറമുഖ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ്, തിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ശർമ്മ വ്യക്തമാക്കി. കപ്പലിലെ ഇന്ത്യൻ നാവികർ ഒമാൻ തീരത്ത് അടിയന്തര സഹായം തേടിയതായി ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒമാൻ തീരത്ത് 20 അടിയന്തര സഹായം തേടി ഇന്ത്യൻ നാവികസേന. ഹർമൌസിൽ 24 ഇന്ത്യൻ നാവികരുണ്ട്. ഒമാനിലെ ഇന്ത്യൻ എംബസി FSUI പോസ്റ്റിന് മറുപടി നൽകുകയും കപ്പലിലെ നാവികരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. എംബസി ബന്ധം സ്ഥാപിച്ചതായി അറിയിക്കുകയും ചെയ്തു. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക ആക്രമണങ്ങൾ കടുത്തതോടെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം നിലവിലെ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള എല്ലാവിധ യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നേരത്തെ നൽകിയ ജാഗ്രതാ നിർദ്ദേശം ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം ഇറാന് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചടി. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം 100 ദിനം പിന്നിടുന്ന വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം നിയന്ത്രണാതീതമായിരിക്കുന്നത്. വ്യോമാക്രമണങ്ങൾ തുടർന്നാൽ മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ അടിയന്തര നടപടികളിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.